അനിയത്തി, പെങ്ങള്, ചേട്ടൻ, കൂട്ടുകാരൻ, എന്തിന് കാമുകനും കാമുകിയും വരെ നമ്മുടെ ഈ ഒരു ബിഗ് ബോസ് സീസണിലെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഞാനിപ്പോൾ ഇന്ന് ഈ ഒരു സീസണിലെ ഈ ഒരു റിവ്യൂവിൻ്റെ ഈ ഒരു പാർട്ട് പറയുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെടത്തില്ല, നല്ല പോലെ ഒരു ഹേറ്റ് എനിക്ക് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ കുറേ പേർക്ക് കാമുകനും കാമുകിയും കളിയും അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് പെങ്ങളൂട്ടി കളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതങ്ങനെ അവർ വേറെ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാതെ ബിഗ് ബോസ് ഹൗസിനകത്ത് വരുമ്പം അവരുടെ ഇടയിൽ ഈ പറയുന്ന സ്നേഹബന്ധങ്ങളൊക്കെ ഉണ്ടാകും. അത് ഫേക്ക് അല്ലല്ലോ, അതിനിപ്പോൾ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അത് നാച്ചുറലി, അത് റിയൽ ആയിട്ട് വരുന്നതാണല്ലോ എന്ന്. ഇതിപ്പോൾ ബിഗ് ബോസ് അല്ല, ബിഗ് ബോസിന്റെ അഗ്നിപരീക്ഷയിൽ തന്നെ ഈ ബന്ധങ്ങൾക്ക് കുറവൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഗെയിം വരുമ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ പെങ്ങളാണോ അല്ലെങ്കിൽ സെലക്റ്റീവ് പെങ്ങളാണോ ഇതൊക്കെ നമ്മൾ പറയേണ്ടി വരുന്നത് അവിടെയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഇന്നലെ ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു എപ്പിസോഡിനകത്ത് അമ്മ കോഴി, തള്ളക്കോഴി, പിന്നെ കരിങ്കോഴി, അവസാനം മാരാര് പറഞ്ഞത് കോഴി ഫാം തന്നെ ഇവിടെ അങ്ങ് നടത്തിക്കോന്ന്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഹീറോ വില്ലൻ ടാസ്ക് 2 ദിവസമായിട്ട് ആ ഒരു ടാസ്കിലാണ് തുടങ്ങുന്നത്. ആ ടാസ്ക് നൈസായിട്ട് പോകേണ്ട ടാസ്കിനെ മാരാരും രഞ്ജിനിയും റിയാസും കൂടി ചേർന്നിട്ട് ഭയങ്കര കോൺട്രഡിക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഇവരുടെ എല്ലാവരുടെയും ഫേസ് എക്സ്പോസ്ഡ് ആവുന്നത്. നല്ല കാര്യം, ഇതൊരു സ്റ്റാർ മാജിക് പോലത്തെ ഒരു ഗെയിം അല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ടാസ്കും അല്ല വരേണ്ടത്. ഓരോ ടാസ്കിനകത്തും ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലഞ്ച് ചെയ്യിപ്പിക്കണം, ഇവര് ഈ പറയുന്ന ജഡ്ജസുമായിട്ട് ചലഞ്ച് ചെയ്യണം. ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്. സോ ആദ്യമായിട്ട് ഇന്നലെ ആ ഒരു ടാസ്ക് ചെയ്യാൻ ശ്യാം തന്നെയാണ് ധൈര്യത്തോടെ എഴുന്നേറ്റ് വന്നത്. ശ്യാം ടാഷിയെ ഹീറോ ആയിട്ടും ലോലിറ്റയെ വില്ലത്തിയുമായിട്ടും പറയുന്നുണ്ട്. ടാഷി എല്ലാ ടാസ്കുകളിലും ഈ ഗെയിം അത് നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സ്വാഗ് ഉണ്ട്. ശ്യാം പറയുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് ടാഷിക്ക് ഒരു സ്വാഗ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ബിഗ് ബോസിൽ സ്വാഗ് കൊണ്ട് എന്ത് കാര്യം എന്നായിരുന്നു മാരാർ ഉടനെ ചോദിച്ചത്. അപ്പം അവിടെ ശ്യാം ഒന്ന് പതറി. പക്ഷെ എങ്കിലും പറയുന്നുണ്ട് ഒരു പ്രഡിക്റ്റബിൾ ആണ് എന്നൊക്കെ റിയാസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്കിലും ശ്യാം പറഞ്ഞ ആ ഒരു കാര്യത്തിൽ ലോലിറ്റയെ കുറിച്ചുള്ള പോയിന്റ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും തള്ളാൻ കഴിയില്ല. എന്നാൽ ശ്യാം ലോലിറ്റയെ അവിടെ വില്ലത്തിയായിട്ട് കാണുമ്പോൾ അത് ശ്യാമിന്റെ തന്നെ പോയിന്റ് ആണോ? കാരണം ശ്യാം ഇത് തന്നെയാണ് പറയാൻ പോകുന്നതെന്ന് അവിടെയുള്ള എല്ലാവരും പ്രെഡിക്റ്റബിൾ ആയിരുന്നു. അതായത് ടാഷിയെ ഒരു ഹീറോ ആയിട്ടും ലോലിറ്റയെ അവിടെ വില്ലത്തിയാക്കും എന്നുള്ളത് അവിടെയുള്ള എല്ലാവർക്കും അറിയായിരുന്നു. ഒരുവിധം നമുക്കും മനസ്സിലായി. കാരണം എന്ന് വെച്ചാൽ സോനയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത, സോനയ്ക്ക് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ട് എന്ന് നമുക്ക് കൂടെ തോന്നുന്ന ഒരു വ്യക്തിയാണ് ലോലിറ്റ. സോ സോനയും ശ്യാമും തമ്മിൽ നല്ലൊരു കമ്പനി അവിടെ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ മാത്രമല്ല, ഞാൻ ഇന്നലത്തെ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അതിൽ ഞാൻ ക്ലിയർ ആയിട്ട് സോനയുടെ സോന അവിടെ ഒരു ഗ്യാങ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഗ്യാങ്ങിനകത്തുള്ള 2 മെമ്പേഴ്സിൽ ഒരാളാണ് ശ്യാം. മറ്റൊരു മെമ്പർ എന്ന് പറയുന്നത് ഷിബിനയാണ്. ഷിബിന തനിച്ച് നിന്ന് കളിച്ചാൽ സൂപ്പറായിട്ട് കളിക്കും. പക്ഷേ ഷിബിന സോനയുടെ ആ ഒരു ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു വലയത്തിലേക്ക് പോകുന്നുണ്ട്. സോ എന്തായാലും ശരി, ശ്യാം അവിടെ ലോലിറ്റയെ ഒരു വില്ലത്തിയാക്കി പറഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങൾ സേഫ് ഗെയിം ആണ് കളിക്കുന്നത്, വലിയ റിസ്ക് ഒന്നും എടുക്കാതെ കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ ഉപയോഗിച്ച് ആളുകളെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും എൽദോ, രാകേഷ്, ഷിജുലാൽ തുടങ്ങിയവരുടെ ഒരു സപ്പോർട്ട് നേടാനൊക്കെ ലോലിറ്റയ്ക്ക് കഴിയുന്നുണ്ട്. സോ ലോലിറ്റ ഗെയിം കളിക്കുന്നില്ല എന്നല്ല, പക്ഷെ സ്വന്തം കൈക്ക് വലിയ പരിക്കൊന്നും ഏൽപ്പിക്കാതെ ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതൊരു നല്ല സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ബിഗ് ബോസിനകത്ത് ഫിസിക്കൽ ടാസ്ക് മാത്രമല്ല വേണ്ടത്. ഫിസിക്കൽ ടാസ്കിന്റെ കൂടെ തന്നെ കുറച്ച് പേരെയൊക്കെ കൂടെ നിർത്തി തന്നെ കളിക്കേണ്ട, സേഫ് ഗെയിമും കളിക്കേണ്ട കുറച്ച് സിറ്റുവേഷൻസ് വരും. അവിടെയൊക്കെ ലോലിറ്റ അവിടെ അത് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സീസണിലൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ലാസ്റ്റ് സീസണിലും കുറേ പേരൊക്കെ സേഫ് ഗെയിം കളിച്ച് ഒരുപാട് കയറി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സോനയും ലോലിറ്റയെ തന്നെയാണ് വില്ലത്തിയായിട്ട് തെരഞ്ഞെടുത്തത്. പറഞ്ഞ റീസൺസ് ഇതൊക്കെ തന്നെയാണ്. സോ നോട്ടീസ് ചെയ്യണം, ആ ഒരു ഗ്യാങ്ങിലുള്ള എല്ലാവരും ലോലിറ്റയെ തന്നെ ടാർഗറ്റ് ചെയ്ത് പറയുന്നുണ്ട്. പക്ഷേ ഷിബിന അങ്ങനെ ഒരു കാറ്റഗറി അവിടെ ഉണ്ടാക്കുന്നില്ല. ഇവരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഷിബിന പെരുമാറുന്നുണ്ട്. എങ്കിലും ഈ സോനയ്ക്ക് പറയാനുള്ളതൊക്കെ തന്നെയാണ് ശ്യാമിനും പറയാനുള്ളത്. സോ ശ്യാമിനെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതാണ് അവിടെ പറഞ്ഞ ഈ പറയുന്ന അമ്മ കോഴി കുഞ്ഞു കോഴിയെ കൊണ്ടു നടക്കുന്നു എന്നൊരു ഡയലോഗ് അവിടെ വന്നത് കറക്റ്റ് ആയിരുന്നു. അത് അവിടെ ഈ ഒരു കാര്യം അവിടെ ഉണ്ട്. അത് പറഞ്ഞത് ലോലിറ്റയാണ് കേട്ടോ. കാരണം ലോലിറ്റ ഇങ്ങനെ സ്ഥിരമായിട്ട് പറയുമ്പോൾ ലോലിറ്റ തിരിച്ച് പ്രതിരോധിച്ചത് ഇങ്ങനെയാണ്. അതായത് അങ്ങനെയാണെങ്കിൽ ചേച്ചി എന്ന് വിളിക്കാൻ പാടില്ലാത്ത അത് റിയാസാ പറയുന്നത്. ചേച്ചി എന്ന് വിളിക്കുന്നതേ സോനയ്ക്ക് ഇഷ്ടമല്ല. അപ്പോഴാണ് ഇവിടെ അമ്മ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു. സോ ആ സീനൊക്കെ അടിപൊളിയാണ്. അവിടെ മുഖം നോക്കാതെ തന്നെ റിയാസും രഞ്ജിനിയും മാരാരും ഒക്കെ നല്ല ശരിക്കും കൊടുക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ലോലിറ്റ തന്നെ സ്വയം ഒരു സേഫ് ഗെയിമർ ഇമേജ് അവിടെ ഉണ്ടാക്കിയ ഒരു സീനായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്.
അതായത് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. അതായത് ഇവരെല്ലാവരും പറഞ്ഞത് ലോലീറ്റ ഒരു സേഫ് ഗെയിമർ ആണ് എന്നാണല്ലോ. അതേപോലെ തന്നെ ഷിബിനെ വില്ലത്തിയായിട്ട് ലോലീറ്റ വിളിച്ചു. ഒപ്പം സോനയും ഷിബിനെയും അടുത്ത സുഹൃത്തുക്കളായതുകൊണ്ട് ഷിബിന പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയി എന്ന രീതിയിൽ ഒരു സംസാരം വന്നു. അതായത് ലോലിറ്റയ്ക്ക് വില്ലത്തി ഷിബിന. ഷിബിന എന്തുകൊണ്ട് വില്ലത്തിയായി? സോന കാരണം നമ്മുടെ ഷിബിനെ അങ്ങോട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയി. അതേസമയം പൂജയാണ് ഹീറോ ആയിട്ട് വിളിക്കുന്നത്. അവിടെ പൊളിഞ്ഞു, അവിടെ എല്ലാം പൊളിഞ്ഞു. കാരണം എന്ന് വെച്ചാലേ പറഞ്ഞ റീസൺ എന്തെന്നറിയോ? പൂജ ചേച്ചി അങ്ങനെ ആരെടുത്തും ഇൻഫ്ലുവൻസ്ഡ് ആകില്ല. ഇത് കേട്ടുടനെ ഈ പറയുന്ന ജഡ്ജസ് ആയിട്ടുള്ള രഞ്ജിനിയും റിയാസും എന്ത് ഈ പറഞ്ഞേ, ഞങ്ങൾ കാണുന്നുണ്ട് കേട്ടാ, ഞങ്ങൾ ഇവിടെ നിന്ന് ജഡ്ജ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഉടനെ അവിടെ ആ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ ലോലിറ്റ പറയുന്നുണ്ട് അതെന്റെ പെർസ്പെക്റ്റീവ് ആണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അല്ല കുട്ടി അവിടെ സേഫ് ഗെയിം കളിക്കുന്നു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഇത് മാത്രം മതിയായിരുന്നു. അതായത് പൂജയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ആരാണ് ചെയ്യുന്നത് ശരി? ശ്യാം നല്ലതാണോ? കഴിഞ്ഞ ദിവസം ശ്യാം ഓക്കെ അല്ല, തനിക്ക് ശ്യാമിനെ ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ പൂജ അഡ്രസ്സ് ചെയ്തിട്ട് ശ്യാം വന്നിട്ട് പൂജയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പൂജ അവിടെ പെട്ടുപോയി. അതേപോലെ ടാഷിയും പൂജയെ അവിടെ നെഗറ്റീവായിട്ടൊന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത് നോക്കി, അതവിടെ വിജയിച്ചു. മൊത്തത്തിൽ പൂജ മൊത്തത്തിൽ പാനിക്കായിരിക്കുകയാണ്. പൂജയുടെ ഒരു അവസ്ഥയുള്ള ഒരു വ്യക്തിയാണ് ശ്യാമോനും ആകെ വന്നപ്പോൾ ഒരു കറേജ് പുറമേ കാണിക്കുന്നില്ല. ഏതായാലും ശരി, രഞ്ജിനിയും റിയാസും മാരാരും ലോലിറ്റയെ വിലയിരുത്തിയ ആ ഒരു ചോദ്യം അത് അങ്ങോട്ട് നന്നായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ പ്രകടനം മാത്രം കണക്കിലെടുത്താൽ ലോലിറ്റയും പൂജയും സീസൺ 8 കടക്കാനുള്ള ഒരു ശക്തി ഇല്ല എന്ന് തെളിയിച്ചതുപോലെ എനിക്ക് തോന്നി. ഉറപ്പായിട്ടും നമുക്ക് ലോലിറ്റയെ ഇഷ്ടപ്പെടും. കാരണം നന്നായിട്ട് ഫിസിക്കൽ ടാസ്ക് ചെയ്യുന്നുണ്ട്, സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കാത്ത സിറ്റുവേഷൻസ് വരേണ്ട സമയത്ത് ആ പുള്ളിക്കാരി സംസാരിക്കാതെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അതും വേണം കേട്ടോ. അപ്പം തുടക്കത്തിൽ ആ ഒരു ബഹളം ഒന്നും പൂജയ്ക്ക് ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് പൂജയെ മുഴുവനായിട്ട് അങ്ങ് ഇവരെല്ലാവരും സൈലന്റ് ആക്കി. പിന്നെ പൂജയല്ല, ലോലിറ്റ പഴയ പേളിമണി ആകുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ കുറച്ചു പേർക്കെങ്കിലും ഇഷ്ടപ്പെടായിക സാധ്യതയുണ്ട്. അതായത് ലോലിറ്റയ്ക്ക് പേളി മണിയെ നല്ല ഇഷ്ടമായിരുന്നു. അമ്മുമ്മയും ലോലിറ്റയും ഒന്നിച്ചാണ് സീസൺ 1 കണ്ടത് എന്ന് പറയുന്നുണ്ട്. അമ്മുമ്മയ്ക്ക് രഞ്ജിനി ഹരിദാസിനെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നുണ്ടായിരുന്നു. ലോലിറ്റ ആ സമയത്ത് പേളി മണിയെ ഇഷ്ടപ്പെട്ടു. പേളി മണിയുടെ സ്ട്രാറ്റജിയാണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത് എന്നൊരു തോന്നൽ എനിക്ക് അവിടെയാണ് ഉണ്ടായത്. അതായത് അന്ന് അരിസ്റ്റോ സുരേഷിന്റെ ലൈനിൽ പിടിച്ചു പോകുന്നത് ഇന്ന് രാകേഷാണ്. അങ്ങനെയാണെങ്കിൽ അന്ന് അരിസ്റ്റോ സുരേഷിന് കിട്ടിയ അത്ര പോലും റീച്ച് രാകേഷിന് ഈ സീസണിൽ കിട്ടില്ല. കാരണം അഗ്നിപരീക്ഷയിൽ വന്നപ്പോൾ തന്നെ ഈ ഒരു കാര്യം അവിടെ ചോദ്യമാകുന്നുണ്ട്. അതായത് ലോലിറ്റയുടെ ഒരു പെങ്ങളുകുട്ടിയായിട്ട് അല്ലെങ്കിൽ അങ്ങനെ കൺസിഡർ ചെയ്ത് രാകേഷ് ഇവിടെ ഒതുങ്ങി കൂടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ സെഗ്മെന്റിൽ യഥാർത്ഥ തീപ്പൊരി എന്ന് പറയുന്നത് ഷിബിനയും രാകേഷും തമ്മിലാണ് നടന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ലോലിറ്റ, പൂജ, സോന, ശ്യാം സംസാരങ്ങളൊക്കെ അവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഷിബിന ഇങ്ങോട്ട് വന്നിട്ട് ലൂസിഫറിലെ ചെകുത്താനെ പോലെ ബിൽഡപ്പ് ഒക്കെ ഇട്ട് ഷിബിന രാകേഷിനെ അവിടെ വില്ലനാക്കി വിളിക്കുന്നുണ്ട്. ഷിജുലാൽ ആയിരുന്നു ഷിബിനയ്ക്ക് അവിടെ ഹീറോ ആയിട്ട് തോന്നിയത്. അതാ ഞാൻ പറഞ്ഞത്, സോനയിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടല്ല താൻ അവിടെ നിൽക്കുന്നത് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഷിബിന ഇവരുടെ ഈ ഒരു ഗ്യാങ്ങിന് എതിർപ്പുള്ള ലോലിറ്റേനെയോ അവരെ ഒന്നും വിളിച്ചില്ല. പകരം ഷിബിനെ വിളിച്ചത് രാകേഷിനെ വിളിച്ചതിനകത്ത് കാരണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ലോലിറ്റയെ മൊത്തത്തിൽ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നത് രാകേഷ് ആണെന്ന് ഷിബിനയ്ക്കും അതുപോലെ സോനയ്ക്കും ഒക്കെ അവിടെ അഭിപ്രായമുണ്ട്. അതുകൊണ്ട് രാകേഷ് അവിടെ വില്ലനാണ്. പക്ഷെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഈ അഫ്യാനാസിന്റെ ആ ഒരു കൊച്ചിയിൽ ആ ഒരു സംഭവമൊക്കെ വെച്ച് പറയുന്നുണ്ട്. പിന്നെ എല്ലാവരും എല്ലാവരും ഇവിടെ അങ്ങ് പെങ്ങളാണ്, പക്ഷെ ഇവിടെ ആങ്ങളമാരില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഷിബിന ചോദിക്കുന്നുണ്ട് രാകേഷിനോട്. രാകേഷും ഷിബിനയും തമ്മിൽ നല്ലൊരു ഫൈറ്റ് അവിടെ നടക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞ അഫ്യാനാസിനെയും അവിടെ താൻ അനിയത്തി അല്ലെങ്കിൽ പെങ്ങളൂട്ടി എന്നാണല്ലോ വിളിച്ചത് എന്ന് രാകേഷ് പറയുന്നുണ്ട്. അപ്പോഴും പറയുന്നുണ്ട്, അതാണ് പറഞ്ഞത്, സെലക്റ്റീവ് പെങ്ങളൂട്ടി, അത് ആങ്ങളമാരില്ലേ എന്ന് ചോദിക്കുന്നത് അവിടെ തന്നെയാണ് എന്ന് നല്ല കൃത്യമായിട്ട് ഷിബിന കൊടുക്കുന്നുണ്ട്. ഇനി അഫ്യാനാസിനെ ഒരു കൊച്ചി വിഷയത്തിൽ വലിച്ചിട്ടപ്പോൾ അവിടെ അത് അഫ്യാനാസിനെ എത്രത്തോളം ബാധിക്കുമെന്നൊന്നും നിങ്ങൾ ചിന്തിച്ചില്ലേ എന്ന് ചോദിച്ചിട്ട് അഫ്യാനാസിന് വേണ്ടി സംസാരിക്കുന്ന രീതിയിൽ അവിടെ ഷിബിന ആ ഒരു മാറ്റർ എടുത്തിട്ട്
ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു മാറ്റർ ഷിബിന് ഇടേണ്ട കാര്യമൊന്നുമില്ല. അതൊരു സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന് കാരണമുണ്ട്. അവിടെ സത്യം പറഞ്ഞാൽ രാകേഷിന്റെ ഭാഗത്താണ് തെറ്റ്. കാരണം രാകേഷ് അത് വിചാരിച്ചു വെച്ചത് തെറ്റിപ്പോയി. അഫ്യാനാസ് പറഞ്ഞതെന്ന് വെച്ചാൽ താനൊരു കൊച്ചിയാണ് എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവർ, അത് കൊച്ചിക്കാരാണെന്നല്ല, മറ്റുള്ളവർ സ്റ്റഫ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ആൾക്കാരുണ്ട് അവിടെ. അഫ്യാനാസിന് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് അഫ്യാനാസ് പറഞ്ഞത്. അല്ലാതെ കൊച്ചിക്കാർ മോശമാണെന്നോ കൊച്ചിക്കാർ സ്റ്റഫ് ഉണ്ടോ എന്ന് ചോദിച്ചു എന്നൊന്നും ആയിരുന്നില്ല. അത് ഇന്നലത്തെ ഒരു പഴയ മാറ്ററാണ്. അപ്പം ഈ ഒരു കാര്യം വെച്ചിട്ടാണ് ഷിബിനെ അവിടെ ലൂസിഫറിനെ പോലെ എന്നൊക്കെ പറഞ്ഞൊരു ബിൽഡപ്പ് ഒക്കെ ഇട്ടത്. പിന്നെ അങ്ങോട്ട് ഇവർ തമ്മിൽ തന്നെ ഈ പറഞ്ഞ കരിങ്കോഴി, വലിയ കോഴി, ചെറിയ കോഴി, അവസാനം പിന്നെ ഈ കോഴിക്കഥ അവിടെ നമ്മുടെ ജഡ്ജസ് അങ്ങ് പറഞ്ഞ് തീർപ്പാക്കി. പക്ഷേ ഷിബിനെ ആണെങ്കിൽ ഷിജുലാലിനെ ഹീറോ ആക്കാൻ പറഞ്ഞ കാര്യങ്ങളിലൊന്നും വലിയ ഒരു ശക്തമായിട്ടുള്ള പോയിന്റുകളൊന്നും എനിക്ക് കേട്ടിട്ട് തോന്നിയില്ല. ഗെയിം കളിക്കുന്നുണ്ട്, പിന്നെ ഏതോ ഒരു ഗെയിമൊക്കെ നന്നായിട്ട് കളിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കമ്പാരിസൺ ഉണ്ട്, അതായത് നമ്മൾ കർഷക കുടുംബത്തിൽ നിന്നാണെന്ന് തോന്നുന്നത് കൊണ്ട് അത് കമ്പയർ ചെയ്യുകയാണ്. അതൊക്കെ എനിക്ക് എന്തോ വലുതായിട്ട് തോന്നിയില്ല. ഷിബിൻ ആ പറഞ്ഞ പോയിന്റുകൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ സോന പറഞ്ഞ അല്ലെങ്കിൽ സോനയുടെ ഗ്യാങ്ങിനകത്തുള്ള ഡിസ്കഷൻ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഷിബിനിക്ക് ചെയ്യണമായിരുന്നു എന്ന് തോന്നി ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഇനി അടുത്തതായിട്ട് രാകേഷിന്റെ ഊഴം വന്നപ്പോൾ അദ്ദേഹം അഫ്യാനാസിനെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ് തന്നെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കഴിഞ്ഞ ദിവസം അഫ്യാനാസിനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ രാകേഷാണ് ഇന്ന് അവരെ ഹീറോ ആക്കിയത്. അപ്പൊ ഞാൻ കരുതി ജഡ്ജസ് ഈ ഒരു ചോദ്യം എടുത്ത് തന്നെ ചോദിക്കും എന്ന് കരുതി. പക്ഷെ കാര്യമായിട്ട് അവിടെ പ്രത്യേകിച്ചൊന്നും അത് ഞാൻ കണ്ടില്ല. സാരമില്ല, കാരണം കുറെ കാര്യങ്ങൾ അവിടെ സംസാരിക്കാനുണ്ടായിരുന്നു. പിന്നെ ഷിബിനെ വില്ലത്തിയാക്കിയ രാകേഷ് മുന്നും പിന്നും ചിന്തിച്ചില്ല. അസൂയ, കുശുമ്പ്, തമ്മിലടിപ്പിക്കല്, അതിന്റെയൊക്കെ നിറക്കൂട്ടമാണ് ഷിബിന എന്ന് പറഞ്ഞ ആ നിറക്കൂട്ടത്തിന് പൊട്ട് വെച്ച് കൊടുക്കുന്ന ഒരു സീനായിരുന്നു. പിന്നാലെ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട് ഷിബിനെ കളിയാക്കിക്കൊണ്ട്. ഒരു നിമിഷ കവിയെ പോലെയൊക്കെയാണ് അവിടെ രാകേഷ് അവിടെ വന്നത്. ഏതായാലും ശരി, വെറുതെ ഇരുന്ന രാകേഷിനെ വില്ലനാക്കി വലിയ ബിൽഡപ്പ് കൊടുത്ത് വിളിച്ചു വരുത്തിയ ഷിബിന അദ്ദേഹത്തിന് ഒരു പെർഫോമൻസ് നടത്താനുള്ള ഒരു വേദി അവിടെ ഒരുക്കി കൊടുക്കുന്നത് പോലെയാണ് ഷിബിന രാകേഷിനെ വിളിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം. മൊത്തത്തിൽ ആ ഒരു ഷിബിനെ കൊണ്ടുവന്ന ആ ഒരു സ്റ്റേജ് അത് രാകേഷാണ് കൊണ്ടുപോയത്. അപ്പം അതിനുശേഷം വീണ്ടും ഷിബിനെ വിട്ടുകൊടുക്കുന്നില്ല. ഷിബിനെ പറയുന്നുണ്ട്, ഇത്രയൊക്കെ സംസാരിച്ചതിന് ശേഷം പാട്ടൊക്കെ പാടിയതിനു ശേഷം ഷിബിനെ പറയുന്നുണ്ട്, എന്തു പറ്റി, പൊളിഞ്ഞ, കരയുന്ന, നിങ്ങൾ ഇത് കരയാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ എനിക്കില്ല നമ്മുടെ ആ ചൊറി സംസാരം കേട്ടപ്പോൾ എനിക്ക് റെന ഫാത്തിമാനെ ഓർമ്മ വന്നത്. എന്ന് വെച്ചാൽ നിർത്തി അങ്ങ് പുഴുങ്ങി അങ്ങ് ചോദിക്കുകയാണ്. പക്ഷേ പിന്നീട് നമ്മുടെ ഷിജിൻ വന്നിട്ട് ഷിബിനെ വില്ലത്തിയാക്കി പറയുമ്പോൾ ഷിബിനെ ഒരു ചീപ്പായിട്ടുള്ള ഒരു ഗെയിമാണ് കളിക്കുന്നത്, അൺഫെയർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി അവിടെ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം രഞ്ജിനി അന്നേരം പറയുന്നുണ്ട്, ഈ അൺഫെയർ സ്ട്രാറ്റജി എന്നൊക്കെ പറയുമ്പോൾ അതൊരു സ്ട്രാറ്റജി അല്ലേ, അതിനെ അങ്ങനെ കണ്ടുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു നല്ല ഗെയിമർ ആകണം, നന്നായിട്ടേ കളിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നത് ശരിയാണോ? അതിന്റെ കൂടെ ഷിജിൻ പറയുന്ന ഒരു കേസ് എന്ന് പറയുന്നത്, ഷിബിന് അവിടെയുള്ള എല്ലാവരോടും ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ആരാ, നിങ്ങൾക്ക് അവരെ കുറിച്ചുള്ള അഭിപ്രായം എന്താ എന്നൊക്കെ ഷിബിനെ ചോദിക്കുന്നതായിട്ട് അവിടെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അതൊന്നും ഒരു റീസൺ ആയിട്ട് തോന്നിയില്ല. കാരണം നമ്മൾ പരീക്ഷയ്ക്ക് നോർമൽ ഒരു റിട്ടേൺ എക്സാമിന് പോകുമ്പോൾ പോലും നമ്മൾ ക്ലാസ്സിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നത് അവരെക്കാട്ടി നമുക്ക് സ്കോർ ചെയ്യണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ശരിയല്ലേ, അത് കറക്റ്റ് അല്ലേ? അപ്പൊ അതാണ് എനിക്ക് അവിടെ ഷിബിനെ, അതൊരു ഗുഡ് ക്വാളിറ്റി ആയിട്ടാണ് ഷിബിനെ കുറിച്ച് എനിക്ക് തോന്നിയത്. പക്ഷെ ഷിജിൻ അതാണ് അവിടെ അഡ്രസ്സ് ചെയ്തത്. എന്നാൽ ഈ ഒരു കാര്യം ഇത് ഷിജിൻ അവിടെ അഡ്രസ്സ് ചെയ്തപ്പോൾ അത് ഷിബിനയ്ക്ക് തീരെ ഒത്തില്ല. ഏറ്റവും കൂടുതലും അതിനകത്ത് ഭയങ്കരമായിട്ട് നിങ്ങൾ പറ, ഞാൻ എവിടെയാണ് അങ്ങനെ ചെയ്തത്, എന്താന്ന് ചോദിച്ചു ആ ഒരു ഇത് നമ്മൾ നേരത്തെ ഷിബിന രാകേഷിനെ പറഞ്ഞല്ലോ, അതായത് കരയാണോ, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചില്ലേ, തിരിച്ച് ഏറ്റവും കൂടുതൽ പൊളിഞ്ഞത് ഷിജിന്റെ മുന്നിൽ ഷിബിനെയാണ്. എന്നാൽ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആണ്. ഷിബിനയ്ക്കും ഈ പറഞ്ഞ ഷിജിന്റെ മുന്നിൽ ഒരു സ്പേസ് അവിടെ കൂടുതലായിട്ട് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എക്സ്പോസ്ഡ് ആയി എന്ന് പറയുന്നതിനകത്ത് ഷിബിന, സോന, ലൊലീറ്റ ആണെങ്കിൽ എക്സ്പോസ് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലാതെ നിന്നൊരു വ്യക്തിയാണ്. പിന്നെ പൂജയെക്കുറിച്ചും നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അവിടെ നടന്നത്. അപ്പൊ ഈ സീസണിൽ ബിഗ് ബോസിന്റെ അഗ്നിപരീക്ഷ വന്നപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ളത് സ്ത്രീകളാണ്. അപ്പൊ എനിക്ക് ഒരു ഷുവർ എന്ന് തോന്നുന്നത് സോനെ എനിക്ക് ഷുവർ ആയിട്ട് തോന്നുന്നുണ്ട്. ഷിബിന, സോന ഇതിൽ ആരെങ്കിലും ഒരാൾ എന്നുള്ളൊരു തോന്നലുണ്ട്. ഒന്നുകിൽ 2 പേർക്ക് ചാൻസ് ഉണ്ടായിരിക്കും. എന്തായാലും ലൊലീറ്റ അവിടെ സ്കിപ്പ് ആവാനുള്ള ചാൻസ് കുറവാണ്. ഇതില് ഫൈറ്റ് ചെയ്യുന്ന ആരെങ്കിലും തന്നെ
ഒരു രണ്ട് കോൺട്രഡിക്ഷൻ പോലെ ഇടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതായാലും ശരി, ഈ ഒരു ഷിബിന രാകേഷ്, അതുപോലെ തന്നെ രാകേഷ് ലൊലിറ്റ, ഇവരുടെ റിലേഷൻഷിപ്പ്, പിന്നെ സോന, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോയും കൂടെ നിങ്ങൾ കാണുക. ഇനി ഒരു വീഡിയോ കൂടി വരാനുണ്ട്, കാരണം ഇന്നത്തെ എപ്പിസോഡിൽ ഇത് മാത്രമായിരുന്നില്ല, ഏറ്റവും നല്ലൊരു ഫിസിക്കൽ ഗെയിം കൂടിയുണ്ട്. അപ്പോൾ ആ ഗെയിമിന്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരാം. അപ്പോൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ബൈ.